നമസ്കാരം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപീകരിച്ച 30-അംഗ സംഘത്തിൽ മ്യൂസിയം SHO ആർ പ്രശാന്ത് തന്നെയാണ് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ. 5 ഇൻസ്പെക്ടർമാരും 7 SIമാരും അടങ്ങുന്ന വിപുലമായ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേന്ദ്ര ഏജൻസിക്ക് നേരെ നടന്ന ആക്രമണം ആയതിനാൽ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് ഈ നീക്കത്തെ കാണുന്നത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായ ആർ പ്രശാന്ത് പോലീസിലെ പ്രമുഖ ഇടത് സംഘടനാ നേതാവായാണ് അറിയപ്പെടുന്നത്. CPM നേതാക്കളും പ്രവർത്തകരും പ്രതിസ്ഥാനത്തുള്ള ഈ കേസിൽ പ്രശാന്ത് അന്വേഷണ ഉദ്യോഗസ്ഥനാകുന്നതിനെതിരെ വലിയ ചർച്ചകളും രാഷ്ട്രീയ വിവാദങ്ങളും ഉയർന്നിരുന്നു. അന്വേഷണത്തിൽ പക്ഷപാതിത്വം ഉണ്ടാകുമെന്ന ആശങ്ക പ്രതിപക്ഷം ഉയർത്തുമ്പോഴും പ്രശാന്തിന് മേൽ വലിയ ഉത്തരവാദിത്തമാണ് ഈ കേസ് നൽകുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ നീക്കമെന്നാണ് സൂചന. സംഭവത്തിൽ ED ഡയറക്ടറേറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകുകയും CBI അന്വേഷണത്തിനുള്ള സാധ്യതകൾ തേടുകയും ചെയ്യുന്നതിനിടെയാണ് സംസ്ഥാന പോലീസ് അന്വേഷണം അതിവേഗത്തിലാക്കാൻ തീരുമാനിച്ചത്. കേന്ദ്ര ഏജൻസികൾ കേസ് ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അതിവേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് വരുത്തി തീർക്കുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേവലം ഒരു സാധാരണ മർദ്ദനക്കേസ് എന്നതിനപ്പുറം ഇതിനു പിന്നിൽ നടന്ന കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്കാണ് അന്വേഷണം നീളുന്നത്. ED സംഘം പരിശോധന നടത്തുന്ന വിവരം അറിഞ്ഞ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് അക്രമികൾ ബേക്കറി ജംഗ്ഷനിലെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. ഇതിനായി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ, ആഹ്വാനം നൽകിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ SIT വിശദമായി പരിശോധിക്കും. അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുടെയും സംഭവസ്ഥലത്ത് സന്നിഹിതരായിരുന്ന പ്രധാന CPM DYFI നേതാക്കളുടെയും ഫോൺ രേഖകൾ പരിശോധിക്കാൻ പ്രത്യേക സംഘം തീരുമാനിച്ചിട്ടുണ്ട്. റെയ്ഡ് നടന്ന സമയത്തും അതിന് തൊട്ടു മുൻപും ആരെല്ലാം തമ്മിലാണ് ഫോണിൽ ബന്ധപ്പെട്ടത്, വാട്സപ്പ് വഴി സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കും. ഗൂഢാലോചന തെളിയിക്കാൻ ഈ ഫോൺ രേഖകൾ നിർണായകമാകും. കണ്ടാലറിയാവുന്ന 300ഓളം CPM പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമ ദൃശ്യങ്ങളും CCTV ക്യാമറകളും പരിശോധിച്ച് കൂടുതൽ പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനകം 25 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അക്രമത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് പ്രത്യേക സംഘത്തിന്റെ തീരുമാനം. നടന്നത് സ്വാഭാവികമായ ജനകീയ പ്രതിഷേധമല്ല എന്നും മറിച്ച് ED ഉദ്യോഗസ്ഥരെയും CRPF ജവാന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ സംഘടിത ആക്രമണമാണെന്നും കോടതി തന്നെ നിരീക്ഷിച്ചിരുന്നു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ കർശന പരാമർശം നിലനിൽക്കുന്നതിനാൽ തന്നെ അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ചെയ്യാൻ SITക്ക് കഴിയില്ല. കോടതിയുടെ നിരീക്ഷണം കൂടി കണക്കിലെടുത്താകും കുറ്റപത്രം തയ്യാറാക്കുക. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ ED പരിശോധന നടത്തി മടങ്ങുമ്പോഴായിരുന്നു നാടകീയ സംഭവങ്ങൾ. പരിശോധന കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് അക്രമികൾ തല്ലി തകർത്തത്. ആക്രമണത്തിൽ ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും കേന്ദ്ര സേനാംഗങ്ങളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ആർ പ്രശാന്തിന് ഈ കേസ് വലിയൊരു പരീക്ഷണമാണ്. ഇടതു സംഘടനയിൽ അമരത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ അദ്ദേഹം മടിക്കുമോ എന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നു.